ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം മലയാള സിനിമയുടെ നഷ്ടം 51 കോടി എന്ന് പദം പറയുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ജനുവരിയുടെ നഷ്ടം 110 കോടി. ആനുപാതികമായ തുടർ നഷ്ടം അവർ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിനിമാ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ജൂൺ 1 മുതൽ ഈ പറയുന്നത് തിയേറ്റർ കളക്ഷൻ മാത്രം പറഞ്ഞുള്ള കണക്കാണ് എന്ന് സ്ഥാപിച്ച നിർമ്മാതാക്കളുടെ നഷ്ടവാദം പാടെ തള്ളുന്നില്ല RDX. വാദത്തിനു വേണ്ടി ടിക്കറ്റേതര വരുമാനങ്ങളുടെ കണക്ക് നമ്മളാരും കാണുന്നതല്ല, നമുക്ക് കിട്ടുന്നതുമല്ല. GST, വിനോദ നികുതി, താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും വലിയ പ്രതിഫലം, ഇത് നാലുമാണ് നഷ്ടത്തിൽ നിന്ന് മഹാനഷ്ടത്തിലേക്ക് മലയാള സിനിമയെ കൂപ്പുകുത്തിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പക്ഷേ അത്ര ലളിതമല്ല നഷ്ടത്തിൻ്റെ ആ സമവാക്യം. പോയ കൊല്ലം 100 കോടി ക്ലബിൽ കയറിയ 5 മലയാള സിനിമകൾ ഉണ്ടായി. 8 നിലയിൽ പൊട്ടിയതിലേറെയും പ്രമേയപരമായോ ലാവണ്യപരമായോ കലാപരമായോ മെച്ചമില്ലാത്ത സിനിമകളായിരുന്നു. കാലത്തിൻ്റെയും പ്രേക്ഷകരുടെയും മാറ്റം തിരിച്ചറിഞ്ഞ് സ്വന്തം മാധ്യമത്തിലേക്ക് പകർത്തുന്നവരുടെ സിനിമകൾ 100 കോടി ക്ലബിൽ ഒന്നും കയറിയില്ലെങ്കിലും ആള് കാണുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്, OTTയിലും സാറ്റലൈറ്റിലും വിറ്റുപോകുന്നുമുണ്ട്.